നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, ഇന്ന് ഒരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക് എനിക്ക് തോന്നി. മുമ്പ് ചെയ്തിട്ടുണ്ട്, കുറേ മുമ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ പേഴ്സൺ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് റീഡിങ് എടുക്കുന്നുണ്ടോ? റീഡിങ് എന്ന് പറഞ്ഞാൽ ടാരോ ആവണമെന്നില്ല, ഓക്കെ. അല്ലെങ്കിൽ വല്ല ജ്യോതിഷനെ പോയി കാണുക, ജാതകം നോക്കിക്കുക, ആ രീതിയിൽ. അല്ലെങ്കിൽ എന്താണ് ഈ ബന്ധം എന്നുള്ള ഒരു കാര്യത്തിനെ കുറിച്ച് അവർക്ക് കൂടുതൽ അറിയാൻ വേണ്ടി നിങ്ങളോടൊരു സ്ട്രോങ് അറ്റാച്ച്മെന്റ് ഒക്കെ ഐ തിങ്ക് നമ്മൾ കുറച്ച് ദിവസമായിട്ട് പറയുന്നുണ്ട് അല്ലേ. സോ അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്കും ഇതെന്താണ് എന്നറിയാൻ വേണ്ടി ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവുമല്ലോ. അപ്പോൾ അവരും അങ്ങനെ വല്ലതും നോക്കിക്കുന്നുണ്ടോ? ടാരോ റീഡർ അടുത്ത് പോവാ, അല്ലെങ്കിൽ ഒരു അസ്ട്രോളജറുടെ അടുത്ത് പോവാം, ജ്യോതിഷൻ ആരുടെ അടുത്തെങ്കിലും പോയിട്ട് നോക്കിക്കുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അതായത് അവർ നിങ്ങളെക്കുറിച്ച് സീക്രട്ടായിട്ട് അറിയാൻ നിങ്ങളുടെ ഈ ബന്ധത്തിനെ കുറിച്ച് അവരും അറിയാൻ ശ്രമിക്കുന്നുണ്ടോ നോക്കാം. ആൻഡ് ഓക്കെ, അവർ നോക്കുമ്പോൾ എന്തായിരിക്കും കാണുക ഈ ബന്ധത്തിനെ കുറിച്ച്, റിലേഷൻഷിപ്പിനെ കുറിച്ച്, നിങ്ങളുടെ ഫീലിങ്സോ അങ്ങനെ എല്ലാം. ഓക്കെ, നമുക്ക് നോക്കാം. ലെറ്റ്സ് സീ. അത് 2-3 ക്വസ്റ്റ്യൻ ആയിട്ട് ഞാൻ എടുക്കേണ്ടി വരും. ഞാനൊന്ന് ആലോചിച്ചേ ചെയ്യുള്ളൂ, കുറച്ച് സ്ലോ ആയിരിക്കും. ഓക്കെ, നിങ്ങളെക്കുറിച്ച് പേഴ്സൺ, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് പേഴ്സൺ അന്വേഷിക്കാൻ ശ്രമിക്കുന്നുണ്ടോ? King of Cups, Queen of Wands, Knight of Cups, Ten of Swords, Five Cups. Oops, sorry. ഐ തിങ്ക് നിങ്ങളുടെ പേഴ്സൺ ഇപ്പം നിങ്ങളുടെ അടുത്ത് സെപ്പറേഷനിലാണ്. ഓക്കെ, അവർ നിങ്ങളുടെ സിറ്റുവേഷൻ കാണുമ്പോൾ എനിക്ക് നിങ്ങൾ തമ്മിലൊരു ചെറിയ സെപ്പറേഷൻ വന്നിട്ടുണ്ടാവാം, ബ്രേക്കപ്പ് വന്നിട്ടുണ്ടാവാം, വിട്ടുമാറി പോയിട്ടുണ്ടാവാം. പക്ഷേ നിങ്ങളുടെ പേഴ്സണിന് നിങ്ങളോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല. ഓക്കെ, ആ മാറി പോയിട്ടുണ്ടെങ്കിൽ അതൊട്ടും അവർക്ക് സ്നേഹമില്ലാഞ്ഞിട്ടല്ല. കാരണം ആദ്യം തന്നെ വന്നിട്ടുള്ളത് നമുക്കിവിടെ കിങ് ഓഫ് കപ്സ് ആണ്. ഓക്കെ, കിങ് ഓഫ് കപ്സ് ആണ്, ക്വീൻ ഓഫ് വോൺസ് ആണ്. നിങ്ങളോടുള്ള ഒരു അട്രാക്ഷൻ, സ്നേഹം എന്ന രീതിക്ക് പറയാം. നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ് ആദ്യം വന്ന കാർഡ് തന്നെ ലൈക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാർഡാണ്. ഇതിനപ്പുറം നമുക്കൊരു ലൈക്ക് പേഴ്സൻ്റെ ഇമോഷൻസ്, ഫീലിങ്സ് പറയാൻ വേറെ ഒന്നുമില്ല. കിങ് ഓഫ് കപ്സ് എനർജി വന്നു കഴിഞ്ഞാൽ അവർക്ക് അത്രയും നിങ്ങളോട് സ്നേഹമാണ് എന്ന രീതിയിലാണ്. ആൻഡ് അവർ നിങ്ങളോട് വളരെയധികം അട്രാക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്, നിങ്ങളോട് ഒരുപാട് കെയർ, എല്ലാം അവർക്ക് ഇഷ്ടമാണ്. നിങ്ങളെ ഒക്കെ കാണാൻ ഇഷ്ടമാണ്, നിങ്ങളുടെ പെരുമാറ്റം ഇഷ്ടമാണ്, നിങ്ങളെ ഒരു റെസ്പെക്റ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഓക്കെ, നിങ്ങളുടെ കഴിവുകൾ ഉണ്ടാവാം പലതും. അപ്പോൾ അതിനെയൊക്കെ അവർക്ക് വളരെ ഇഷ്ടമാണ് എന്ന രീതിയിലാണ് കാണുന്നത്. അവർക്ക് നിങ്ങളോട് ഓഫർ പറയണം എന്നൊരാഗ്രഹമുണ്ട്. അതായത് അവർക്ക് ആ സ്നേഹം എക്സ്പ്രസ് ചെയ്യാം. മേ ബി ഇതുവരെ നിങ്ങളോട് തമ്മിൽ പറഞ്ഞിട്ടുണ്ടാവില്ല, ചിലപ്പോൾ അതായിരിക്കാം. അല്ലെങ്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഓക്കെ, നിങ്ങൾക്ക് അവരൊരു ഓഫർ തന്നിട്ടുണ്ട് മേ ബി. പക്ഷേ നിങ്ങൾ തമ്മിൽ ഓക്കെ ഓൾറെഡി ഒരു റിലേഷൻഷിപ്പിൽ ആയിരുന്നെങ്കിലും ഇപ്പോൾ ഐ തിങ്ക് മേ ബി നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും കാരണത്തിൽ ഒരു സെപ്പറേഷൻ വന്ന് കാണാം. അല്ലാത്തവർക്ക് നിങ്ങളുടെ പേഴ്സൺ മേ ബി നിങ്ങളോട് എക്സ്പ്രസ് ചെയ്തു, പക്ഷെ അതിന് മേ ബി നിങ്ങൾ നല്ലൊരു റിപ്ലൈ കൊടുത്തില്ല എന്നായിരിക്കാം. അങ്ങനെയാവാം. എനിക്ക് ഒരു വിഷമം കാണുന്നുണ്ട് ഇവിടെ. 10 of Swords എനർജി ഉണ്ട്. അവർക്ക് എവിടെയോ അല്ലെങ്കിൽ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ള പേടിയായിരിക്കാം. ഓക്കെ, അവർക്ക് ഇപ്പോൾ നിങ്ങളോട് ഫീലിങ്സ് അത്രത്തോളം അവർ സ്ട്രോങ് ആയിട്ടുള്ള ഫീലിങ്സ് കാണിച്ചാൽ പറയുന്നുണ്ടാവും, നിങ്ങൾ തമ്മിൽ റിലേഷനും ഉണ്ടാവും. ബട്ട് അവർ അത്രയും മനസ്സിൽ ഡീപ്പായിട്ട് വളരെ സ്ട്രോങ് ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്താൽ നിങ്ങൾ വിട്ടുപോവോ എന്നുള്ളൊരു പേടി ഉണ്ടാവും അവർക്ക്. കാരണം നിങ്ങൾ അവരെ അക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ള തോന്നലായിരിക്കാം. കാരണം നിങ്ങൾ അത്രയും ഒരു വളരെ റെസ്പെക്റ്റഡ് പ്ലേസിലാണ് അവർ നിങ്ങളെ കാണുന്നത്. റെസ്പെക്റ്റും ഒരു നിങ്ങൾ മറ്റുള്ളവർ നിങ്ങളുടെ പിന്നാലെ, നിങ്ങൾക്ക് ഒരുപാട് അഡ്മയറേഴ്സ് ഉണ്ട് എന്നൊക്കെയാണ് അവർ ചിന്തിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫാൻസ് എന്ന് പറയാം, നിങ്ങൾക്ക് ഫാൻസ് ഉണ്ട്, നിങ്ങളുടെ കൂടെ ആൾക്കാരുണ്ട് എന്നാണ് അവർക്ക് തോന്നുന്നത്. അതൊക്കെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അവർക്ക് നിങ്ങളെ ലൈക്ക് നിങ്ങൾ വിട്ടുപോവോ എന്നുള്ളൊരു പേടി കാണാം. ഓക്കെ, അങ്ങനെയാവാം. അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ശരിക്കും വല്ല സെപ്പറേഷൻ ആയിരിക്കാം. രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഇവിടെ ഞാൻ പറഞ്ഞപ്പോൾ. ഓക്കെ, ലെറ്റ്സ് സീ. അപ്പോൾ അവർ നിങ്ങളെക്കുറിച്ച് ഒരു ജ്യോതിഷരെ കാണുക, ജ്യോതിഷയുടെ അടുത്ത് നോക്കിക്കുക, അല്ലെങ്കിൽ ടാരോ റീഡിങ്ങോ എന്തെങ്കിലും കാണുന്നുണ്ടോ നിങ്ങൾക്ക് വേണ്ടി എന്ന് നോക്കാം. High Priestess, great. Ten of Wands, 4 of Cups, 3 of Swords. ഓക്കെ, നിങ്ങളെ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അവരൊരുപാട് ഓക്കെ ഗ്രേറ്റ്
ജസ്റ്റ് വാട്ട് ഐ വാണ്ടഡ്. ഓക്കെ, എനിക്ക് കാണേണ്ട കാര്യങ്ങൾ തന്നെയാണ് വന്നത്. ഞാൻ ഈ കാർഡ്സ് വന്നാലേ എനിക്കൊരു ക്ലിയർ ആയിട്ട് പറയാൻ പറ്റുള്ളൂ എന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നതാണ്. അവരാരുടെ നിന്നൊക്കെയോ അഡ്വൈസ് എടുക്കുന്നുണ്ട്. ഓക്കെ, അവർ അഡ്വൈസ് എടുക്കുന്നുണ്ട്, നിങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. സ്പിരിച്വൽ ആളുടെ ആരുടെങ്കിലും പോയിട്ടുണ്ടാവാം, എന്ന് വെച്ചാൽ ആസ്ട്രോളജർ ആവാം, ടാരോ റീഡർ ആവാം. ഓക്കെ, അവരങ്ങനെ പോയിട്ടുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. ഹൈറോഫൻറ്റും ഉണ്ട്. സോ അഗെയിൻ അഡ്വൈസർ അല്ലെങ്കിൽ ഒരു കൗൺസിലർ അങ്ങനത്തെ രീതിയിൽ പറയാം. നിങ്ങൾ ഓൾറെഡി മാരീഡ് കപ്പിളൊക്കെ ആണെങ്കിൽ മേ ബി ഒരു കൗൺസിലറിൻ്റെ അടുത്ത് അവരും അല്ലെങ്കിൽ കാര്യങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ള അഡ്വൈസ് അവരെടുക്കുന്നുണ്ടാവും. ഓക്കെ, അല്ലെങ്കിൽ ചിലപ്പോൾ ജാതകം നോക്കിക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ടാവാം. ഇതെന്താണ് ഈ കണക്ഷൻ, എന്താ പറ്റിയത്, എന്താണ് ഇനി ചെയ്യേണ്ടത് എന്നൊക്കെ അറിയാൻ അവർ ശ്രമിക്കുന്ന പോലെയാണെങ്കിൽ, കാരണം അവർ ഒരുപാട് ബേർഡൻ അനുഭവിക്കുന്നുണ്ട്. ഓക്കെ, അവർ ആലോചിക്കുമ്പോൾ അവർക്ക് നല്ല ടെൻഷൻ ഉണ്ട്, സ്ട്രെസ് ഉണ്ട് ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് കേട്ടോ. ഓക്കെ, ഇപ്പം നമ്മൾ പറയുന്ന ആക്ച്വലി 10-10 ഉണ്ട്. അവർക്ക് അത്രത്തോളം വിഷമവും വേദനയാണ് എനിക്ക് ഇവിടെ കാണുന്നത്. നിങ്ങളെ വിട്ടു പോയിട്ടുണ്ട്. എനിക്ക് അതിൻ്റെ റീസൺ നമ്മൾ എടുത്തിട്ടില്ല. ബട്ട് ഐ തിങ്ക് എന്ത് തന്നെ ആയാലും നിങ്ങളെ വിട്ട് മാറിപ്പോയി, അല്ലെങ്കിൽ നിങ്ങൾ പോയതായിരിക്കാം, നിങ്ങൾ ദേഷ്യപ്പെട്ട് പോയതായിരിക്കാം, അല്ലെങ്കിൽ അവർ നിങ്ങളുടെ അടുത്ത് നിന്ന് മാറിയതായിരിക്കാം. കാരണം നിങ്ങളോട് അറ്റാച്ച്മെന്റ് ഇല്ലാഞ്ഞിട്ടല്ല. ഓക്കെ, ബട്ട് അവർ മാറിപ്പോയിട്ടുണ്ട് ഫോർ സം റീസൺ. അത് നമുക്ക് നോക്കാൻ വേണമെങ്കിൽ പിന്നെ. ഓക്കെ, ഇപ്പോൾ അവർ ബേർഡൻ ഒരുപാട് അനുഭവിക്കുന്നുണ്ട്. നിങ്ങളെ വിട്ട് നിൽക്കുമ്പോഴും അവർക്ക് വിഷമവും, അവർക്ക് ഒന്നിലും താല്പര്യം തോന്നുന്നില്ല. ഓക്കെ, അവർക്ക് വേറെ ഒന്നിലും താല്പര്യമില്ല. വളരെയധികം ഹാർട്ട് ബ്രോക്കൺ ആയിട്ടാണ് ഇരിക്കുന്നവർ. ഓക്കെ, അവരായിട്ട് തന്നെ വിട്ടുപോയാൽ തന്നെ അവർക്ക് ആ റിഗ്രറ്റാണ്. ഓക്കെ, അവർക്ക് ശരിക്കും വേറെ ഒന്നിലും അവർക്ക് ഇൻട്രസ്റ്റ് തോന്നുന്നില്ല. ഓക്കെ, മാനസികമായിട്ട് അവർ ആകെ ഒരു ഡിപ്രഷൻ ഫേസ് എന്ന് പറയാം. ഓക്കെ, ഒന്നും വേണ്ട എനിക്ക് എന്ന രീതിയിൽ, വേറെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ ഓഫർ വന്നാലും ശരി, അവർക്ക് വേണ്ട അതൊന്നും. ഓക്കെ, അതിലൊന്നും താല്പര്യമില്ല അവർക്ക്. ഓക്കെ, അതിൻ്റെ ഇവിടെ നിങ്ങളെ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട് ഡെഫിനറ്റ്ലി. ഓക്കെ, നിങ്ങളെ അവരായിട്ട് തന്നെ വിട്ടുപോയതാണെങ്കിലും ശരി, അവർ നിങ്ങളെ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട് പല വഴിക്കും. ബ്ലോക്ക് ചെയ്തിട്ടിട്ടുണ്ടെങ്കിൽ കൂടി അവർ നിങ്ങളെ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. അതിപ്പോൾ അറിയാത്ത നമ്പർ വേറെ ആരുടെയെങ്കിലും നോക്കുക, ഫ്രണ്ട്സിൻ്റെ അടുത്ത് ചോദിക്കുക, നിങ്ങൾ അറിയാത്ത വേറെ ഐഡിയോ വല്ലതും നമ്പറോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാം. ഓക്കെ, സ്റ്റോക്ക് ചെയ്യുന്നുണ്ട് അവർ നിങ്ങളെ തീർച്ചയായിട്ടും. ഓക്കെ, അവർ ഇത് സ്പിരിച്വൽ, നമ്മൾ ജ്യോതിഷൻ എന്ന് പറയാം, ടാരോ റീഡർ എന്ന് പറയാം, അല്ലെങ്കിൽ ആരോടെങ്കിലും നിങ്ങളെക്കുറിച്ച് അവർ സീക്രട്ടായിട്ട് അന്വേഷിക്കുന്നു എന്ന് പറയാം. ഇതും നിങ്ങളെ സീക്രട്ടായിട്ട് ഫോളോ ചെയ്യുന്ന കാര്യമാണ്. ഓക്കെ, അവർ നിങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ട്, നിങ്ങളെ കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കുന്നുണ്ട്, പല വഴിക്കും അവർ ശ്രമിക്കുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് അറിയാൻ. ഓക്കെ, ഇതിവിടെ ആര് വിട്ടുപോയാലും ശരി. ഓക്കെ, അവർ അഡ്വൈസ് എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങളുടെ സിറ്റുവേഷനിൽ എന്ത് ചെയ്യണം എന്നുള്ള അഡ്വൈസ് എടുക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, അവർ സ്റ്റക്കാണ്. ഓക്കെ, അവർ സ്റ്റക്കായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അവർക്ക് അറിയുന്നില്ല എന്താ ചെയ്യേണ്ടതെന്ന്, അവർക്ക് അറിയുന്നില്ല. നിങ്ങളെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ തന്നെ ഇനി എങ്ങനെ തിരിച്ചു വരിക, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ എന്താവും എന്നൊക്കെ അവർക്ക് വളരെയധികം ടെൻഷനായിട്ടാണ് കാണുന്നത്. അപ്പോൾ അവർ നോക്കിക്കുന്നുണ്ട് ഇതെന്താണ് എന്നറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, അവരെ മനസ്സ് നമ്മൾ കണ്ടു. ഇപ്പോൾ റീഡിങ് അവർ അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് എന്താ കിട്ടുക ഈ ബന്ധത്തിനെ കുറിച്ച് എന്ന് കൂടി നോക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച്, അതായത് ജസ്റ്റ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് അവരെന്തായിരിക്കും കാണുക, കേൾക്കുക, അവർക്ക് മനസ്സിലാക്കുക ചെയ്യാം. 2 swords കാണുന്നുണ്ട്, Ace of Wands, 3 of Pentacles. ഓക്കെ, ഇപ്പോൾ എൻ്റെ അടുത്ത് വരുവാണെന്ന് വിചാരിക്കാം, ഞാൻ അവർക്ക് എന്ത് പറഞ്ഞു കൊടുക്കും, അങ്ങനെ നോക്കാം അല്ലേ. ഓക്കെ, 10 of Cups ഉണ്ട് ഇവിടെ. വെരി നൈസ്. വാവ്, ഞാൻ എടുത്തേക്കാം. പ്ലസ് ഓക്കെ, 1-2 കാർഡ് കൂടി എടുത്ത് ഞാൻ പറയാം. 2 of Cups. ഓക്കെ, വേൾഡ് കാർഡാണ്, കാണിക്കാൻ പറ്റില്ല. അത് വേൾഡ് കാർഡാണ് കേട്ടോ. ഓക്കെ, കാർഡ്സ് ചിലത് യൂട്യൂബിൽ കാണിക്കാൻ പാടില്ല, വീഡിയോയിൽ കാണിക്കാൻ പാടില്ല. ഓക്കെ, എന്നെ പഠിച്ച അവർ ബ്ലോക്ക് ചെയ്ത് വിടും. ഓക്കെ, അതുകൊണ്ടാണ്, മനസ്സിലാക്കാം. ഓക്കെ, അവർ നിങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. ഇപ്പം എൻ്റെ അടുത്ത് സപ്പോസ് വരികയാണ്, അല്ലെങ്കിൽ വേറെ ആരുടെയും പോവുകയാണെങ്കിൽ അവർ പറയും ദാറ്റ് അവരുടെ മൈൻഡിലെ കൺഫ്യൂഷൻ മാറ്റാൻ. ഓക്കെ, അതായത് ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ അവരോട് ഞാൻ പറയും, നിങ്ങളുടെ മൈൻഡിലെ കൺഫ്യൂഷൻ മാറ്റൂ. ഓക്കെ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി, അതായത് ഇപ്പോൾ ഞാൻ പറയുമ്പോൾ എൻ്റെ വ്യൂവേഴ്സിന് ഓക്കെ, നിങ്ങളുടെ പേഴ്സണിനോട് വളരെയധികം സ്നേഹമുണ്ട് എന്ന് എനിക്ക് കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അവരോട് പറഞ്ഞു കൊടുക്കും ദാറ്റ് നിങ്ങളുടെ പേഴ്സണിന് നിങ്ങളോട് വളരെയധികം സ്നേഹമുണ്ട്. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അതൊരു ജസ്റ്റ് താൽക്കാലികമായ ഒരു പ്രശ്നമാണ്, ഒരു ടെമ്പററി പ്രശ്നമാണ്. അത് മാറ്റാൻ സാധിക്കും. ഓക്കെ, നിങ്ങൾ തമ്മിൽ ഒരു പുതിയ തുടക്കം വരും. നിങ്ങൾ തമ്മിൽ ഒന്നിച്ച് വർക്ക് ചെയ്യണം, അതായത് രണ്ടുപേരും എഫേർട്ട് ഇടണം, രണ്ടുപേരും കൂടി കൊളാബറേറ്റ് ചെയ്ത് സംസാരിച്ച് കാര്യങ്ങൾ സോൾവ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ആൻഡ് ഇവിടെ പേജ് ഓഫ് വാൻസ് എന്ന് വെച്ചാൽ കമ്മ്യൂണിക്കേഷൻ ആണ്. അപ്പം നിങ്ങളുടെ പേഴ്സണിനോട് ഈ അഡ്വൈസ് കൊടുക്കുന്ന വ്യക്തി ആരായാലും ശരി, അവർ പറയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യൂ, തുറന്ന് സംസാരിക്കൂ എന്ന് പറയും. ഓക്കെ, കാരണം ഇവിടെ നിങ്ങൾ തമ്മിൽ വളരെയധികം ഫീലിങ്സ് ഉണ്ട്, സ്നേഹമുണ്ട്. ഓക്കെ, രണ്ടുപേർക്കും
പരസ്പരം ഒരുപാട് സ്നേഹവും ഇഷ്ടവും രണ്ടുപേരും ഒരേപോലെയാണ് സ്നേഹിക്കുന്നത്. എനിക്ക് ഒരേപോലെ അത്രയും ഡീപ്പ് ഫീലിങ്സ് ആണ്, സോൾമേറ്റ് കണക്ഷൻ ആണ്, നിങ്ങളുടെ ഒരു പാസ്റ്റ് ലൈഫ് സോൾമേറ്റ് കണക്ഷൻ ആണ്. ഓക്കെ, അതുകൊണ്ട് ഇത് വിട്ട് കളയരുത്. ഓക്കെ, ഒരു തീരുമാനം എടുത്ത് മുന്നോട്ട് വരാൻ പറയും. ഓക്കെ, നിങ്ങളുടെ പേഴ്സണിനോട് നീ നഷ്ടബോധത്തിൽ ഓർത്തോർത്തിരിക്കേണ്ട. ഓക്കെ, ആക്ഷൻ എടുക്കൂ. കാരണം മുന്നോട്ട് നിങ്ങൾ സങ്കടപ്പെട്ടിരിക്കേണ്ട കാര്യമില്ല. കാരണം അവരോട് നിങ്ങളുടെ പേഴ്സണിനോട് പറയും തിരിച്ച് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഓക്കെ, എന്തെങ്കിലും എൻഡിങ് ഉണ്ടെങ്കിൽ തന്നെ വീണ്ടും ഒരു ന്യൂ ബിഗിനിങ് വരും. ആൻഡ് നിങ്ങൾ തമ്മിൽ ഹാപ്പി ആയിട്ടിരിക്കും എന്ന രീതിയിൽ നിങ്ങളുടെ പേഴ്സണിനോട് പറയും. ഓക്കെ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറയും നിങ്ങളുടെ പേഴ്സണിനോട്. ആൻഡ് പേഴ്സൺ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, ഐ തിങ്ക് നിങ്ങൾ നിങ്ങളുടെ ഗ്രോത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ടാവാം. അത് അവർ നോക്കുമ്പോൾ അത് കാണും. ഓക്കെ, ദാറ്റ് നിങ്ങളുടെ ഒരു അബണ്ടൻസിൽ നിൽക്കാൻ ശ്രമിക്കുകയാണ്, നിങ്ങളുടെ ഒരു ഗ്രോത്തിലേക്ക് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ് എന്ന് അവർക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ അവരോട് പറയും. പക്ഷെ എന്നാലും കൺഫ്യൂഷൻ വേണ്ട. നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് വളരെയധികം സ്നേഹമുണ്ട്. നിങ്ങൾ തിരിച്ച് അവരെ കോൺടാക്ട് ചെയ്യൂ. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പറഞ്ഞ് സോൾവ് ചെയ്യൂ. ഓക്കെ, നിങ്ങൾ തമ്മിൽ ഒന്നിച്ച് വർക്ക് ചെയ്താൽ ഈ സിറ്റുവേഷൻ ബെറ്റർ ആവും. നിങ്ങൾ തമ്മിൽ വീണ്ടും ഒരു റിയൂണിയൻ ഉണ്ട് എന്ന രീതിയിൽ നിങ്ങളുടെ പേഴ്സണിനോട് പറയും ഞാൻ. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പം നിങ്ങളോടും അതേ കാര്യമാണ് പറയുന്നത്. അതായത് നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരും. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾ തമ്മിലുണ്ടെങ്കിൽ തന്നെ അവർ റീഡിങ് എടുക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും നിങ്ങൾ തമ്മിലുള്ള അത്രയും വളരെ നിങ്ങളും അവരെ അത്രയും സ്നേഹിക്കുന്നുണ്ട്. നിങ്ങൾ പരസ്പരം ഒന്ന് ഒത്തുചേർന്ന് വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഒന്നിച്ചൊരു നല്ലൊരു ഫ്യൂച്ചർ ബിൽഡ് ചെയ്യാൻ സാധിക്കും, ഹാപ്പി ആയിട്ടിരിക്കാൻ സാധിക്കുമെന്ന് നിങ്ങളുടെ പേഴ്സണിന് മനസ്സിലാവും. എന്തെങ്കിലും എൻഡിങ് ഉണ്ടെങ്കിൽ തന്നെ ഇവിടെ ന്യൂ ബിഗിനിങ് ആണ് എനിക്ക് കാണുന്നത്. ഓക്കെ, സോ പേഴ്സണിന് നല്ല അഡ്വൈസ് കൊടുക്കുന്ന ആളാണെങ്കിൽ കേട്ടോ, ഈ അഡ്വൈസർ നല്ലതാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. ഓക്കെ, നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറയും പേഴ്സണിനോട്. സോ നല്ലൊരു അഡ്വൈസറെ അവർക്ക് കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ? അപ്പോൾ അവർ തിരിച്ചു വരട്ടെ, പോയ വ്യക്തി തിരിച്ചു വരട്ടെ. ഐ ഹോപ്പ് കൺഫ്യൂഷൻ ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. പറഞ്ഞാൽ മനസ്സിലായില്ലേ ഒരു ഇതൊക്കെ അല്ലേ? ലെറ്റ്സ് സീ, നമുക്ക് അഡ്വൈസ് കാർഡ്സ് കൂടെ എടുക്കാം, ഗൈഡൻസ് മെസ്സേജസ് കൂടെ. Heartache and loss and obstacles and challenges, power, കാർഡ്സ് ഒരുപാട് സൗണ്ട് ഉണ്ടാക്കും. ഞാനപ്പോൾ കാർഡിൻ്റെ ആണോ പ്രശ്നം എനിക്ക് മനസ്സിലാവില്ല. സാക്രിഫൈസ്, ഹാർമണി, ഓസം, ഡിസ്കണ്ടന്റ് ആൻഡ് ബോർഡം, spiritual union, oh my god, financial and material changes. ഓക്കെ, ഇവിടെ അവർക്ക് ജലസി ആയതാണ് നിങ്ങളോടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ജലസി ആയതാവാം, അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞ് നിങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാക്കിയത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് മാറിപ്പോയത്. ഓക്കെ, ബട്ട് അവർ റീഡിങ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ അവർ നിങ്ങളെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും ദാറ്റ് നിങ്ങൾ തമ്മിൽ എത്രത്തോളം സ്നേഹമുണ്ട് എന്നുള്ളത്. അവരും ഹാർട്ടേക്ക് ആൻഡ് ലോസിലാണ് ഇരിക്കുന്നത്, അവരും വിഷമത്തിലാണ് ഇരിക്കുന്നത്. അവർക്ക് മനസ്സിലാവുന്നത് നിങ്ങളും അങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത്. അവർക്ക് ഇപ്പം അവരൊരു റീഡിങ് എടുത്ത് നോക്കി അവർക്ക് മനസ്സിലാവും അല്ലേ? ആൻഡ് ഒബ്സ്റ്റക്കിൾസ് ആൻഡ് ചാലഞ്ചസ്, നിങ്ങളുടെ ഇടയിൽ ചില എന്തോ പ്രശ്നങ്ങൾ വന്നിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. ചിലവർക്ക് ആരെങ്കിലും നിങ്ങളുടെ ഇടയിൽ ജലസി ഉള്ള ആൾക്കാർ ആരെങ്കിലും ആയിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. ആരെങ്കിലും ജലസി ഉള്ള ആൾക്കാർ എന്തെങ്കിലും ഇപ്പം നിങ്ങളെക്കുറിച്ച് മോശമായിട്ട് എന്തെങ്കിലും പറയുകയോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടാവും. ഓക്കെ, പവർ, യെസ്, നിങ്ങളുടെ പേഴ്സൺ അവരെ പവർ റീഗെയിൻ ചെയ്യും. ഓക്കെ, അവരെ പവറിലേക്ക് തിരിച്ചു വരും. ഓക്കെ, അവർ വീണ്ടും നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ അവർ ധൈര്യം കൊണ്ടുവരും, സ്ട്രെങ്ത് കൊണ്ടുവരും എന്ന് പറയാം. ആൻഡ് ഇവിടെ സാക്രിഫൈസ് ആണ്. സാക്രിഫൈസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ കുറച്ചൊന്ന് കോംപ്രമൈസിന് റെഡി ആവുമെന്നാണ് ഇവിടെ എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഇവിടെ അവർ ഒന്ന് കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറാവും. നിങ്ങൾ തമ്മിൽ ഹാർമണി തിരിച്ചു വരും. ഓക്കെ, ആൻഡ് ഡിസ്കണ്ടന്റ് ആൻഡ് ബോർഡം ഞാൻ പറഞ്ഞു, അവർക്ക് ഒന്നിലും താല്പര്യമില്ലാതെ ആവുകയാണ്. 4 of Cups എനർജിയാണിത്. ഓക്കെ, അവർക്ക് ഒന്നിലും താല്പര്യമില്ലാതെ ആവും നിങ്ങളില്ലെങ്കിൽ. ഓക്കെ, നിങ്ങളാണ് അവരുടെ ലൈഫിൽ ശരിക്കും ഒരു ബ്രൈറ്റ്നസ് എന്ന് പറയാം. ഓക്കെ, സ്പിരിച്വൽ യൂണിയൻ എന്ന് നിങ്ങൾ തമ്മിൽ ഹാർമണി ആൻഡ് യൂണിയൻ വരുന്നുണ്ട്. ഓക്കെ, റീയൂണിയൻ വരുന്നുണ്ട് തീർച്ചയായിട്ടും. ഓക്കെ, ആൻഡ് ഈ ഫുൾ മൂൺ, ഓക്കെ സാർ ഞാൻ അത് പറയാൻ പറ്റുമല്ലോ, ന്യൂ മൂൺ ആണെന്നുള്ളത് അല്ലേ? ഓക്കെ, ഗൈഡൻസിൽ പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പം ന്യൂ മൂൺ എനർജിയുടെ ആയിരിക്കും ഇതൊക്കെ. ഓക്കെ, ന്യൂ മൂൺ എനർജി നിങ്ങളുടെ പേഴ്സണിലും ഒരു അവേക്കനിങ് കൊണ്ട്. ഈ ന്യൂ മൂണിൻ്റെ എനർജി, അമാവാസിയുടെ എനർജി കഴിയുമ്പോൾ നിങ്ങൾ ഐ തിങ്ക് രണ്ടുപേരും ആ ഒരു ഹാർട്ട് ബ്രേക്കും ലോസും ഫീൽ ചെയ്യുന്ന ഒരു സമയമായിരിക്കും. ഓക്കെ, അവർക്കും അത് ഫീൽ ചെയ്യും. ആൻഡ് അത് കഴിയുമ്പോൾ അവർ നിങ്ങളുമായിട്ട് ഒരു റിയൂണിയൻ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അവർക്ക് എവിടേക്കോ ഈ കണക്ഷൻ എന്താണ് എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നതായിട്ടാണ് കാണുന്നത്. വളരെ നല്ല കാര്യം. ഓക്കെ, അവർക്ക് യൂണിവേഴ്സ് കാണിച്ചു കൊടുക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ അവർ ഈ പറഞ്ഞ പോലെ വല്ല റീഡിങ് എടുക്കാൻ പോകുന്നതായിരിക്കാം, ആസ്ട്രോളജി നോക്കാൻ പോകുന്ന കാര്യമായിരിക്കാം. എന്തായാലും
ഓക്കെ കുറച്ച് മാറ്റങ്ങൾ വരാൻ പോകുന്നുണ്ട് ലൈഫിൽ, പേഴ്സൻ്റെ ലൈഫിലായിരിക്കാം. ഓക്കെ, എന്തൊക്കെയോ മെറ്റീരിയൽ ചേഞ്ചസ് വരുന്നുണ്ട്, ഫൈനാൻഷ്യൽ ചേഞ്ചസ് വരുന്നുണ്ട്. അവർക്ക് എന്തെങ്കിലും കുറച്ചുകൂടി അവരുടെ ലൈഫിൽ ലൈക്ക് ബിസിനസ്സിൽ നന്നായിട്ട് പോകണു, അല്ലെങ്കിൽ കരിയറിൽ എന്തെങ്കിലും ഗ്രോത്ത് അങ്ങനെയൊക്കെ കിട്ടുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ചേഞ്ചിൻ്റെ കാര്യമാണ്, ഒരു മാറ്റത്തിൻ്റെ കാര്യമാണ്. അപ്പോൾ അവരുടെ മനസ്സൊന്ന് കുറച്ചുകൂടി ഒരു ഇവിടെ 5 പിന്നെയുണ്ട്, 5 and 5. ഓക്കെ, ചേഞ്ചസിൻ്റെ കാര്യം. സോ ചിലപ്പോൾ അവർക്ക് അതൊക്കെ സംഭവിക്കുമ്പോൾ ഒരു മനസ്സൊന്ന് റിലാക്സ് ആവും അല്ലേ, ഒരല്പം റിലാക്സ് ഒക്കെ ആകുമ്പോൾ കുറച്ചുകൂടി അവർക്ക് നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യാനും സംസാരിക്കാനും എല്ലാം ഒരു തോന്നും അവർക്ക്. ഓക്കെ, അവരെ ഒരു പവറിൽ വന്നു എന്ന് അവർക്ക് തോന്നും. ഓക്കെ, അവർക്ക് അല്ല ചിലപ്പോൾ ഒന്ന് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഒന്നിനും താല്പര്യം തോന്നില്ല അല്ലേ, അങ്ങനെയല്ലേ ഉണ്ടാവുക. സോ എനിവേ ഇവിടെ നമുക്ക് എന്തായാലും നിങ്ങൾ തമ്മിലൊരു റീയൂണിയൻ ഹാർമണി തിരിച്ചു വരുന്നതായിട്ടാണ് കാണുന്നത്. പേഴ്സൺ റീഡിങ് എടുത്താലും ശരി ഇല്ലെങ്കിലും ശരി. ഓക്കെ, ഈ ഒരു അമാവാസി എനർജി കഴിയുമ്പോൾ നിങ്ങളുടെ പേഴ്സണലിൽ ചില മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണാം. ഓക്കെ, അവരതിന് എഫേർട്ട് ഇടുന്നതായിട്ട് കാണാം നിങ്ങളുടെ റിലേഷൻ ബെറ്റർ ആക്കാൻ. ഓക്കെ, ഹാർട്ട് ഇവിടെ നമ്പേഴ്സ് ഇവിടെ 3, 6, 5, 4, 8, 2, 12, 5. അപ്പോൾ 3 അഗൈൻ 3 വന്നിട്ടുണ്ട്, 5 ഉണ്ട്. ഓക്കെ, ആൻഡ് ഇവിടെ 7 ആണ്. ഓക്കെ, സോ നമ്പേഴ്സ് ഇതൊക്കെ എടുക്കാം നിങ്ങൾക്ക്. ഇതൊക്കെ ഇത്ര ദിവസത്തിൻ്റെ ഉള്ളിൽ പേഴ്സൺ വരും എന്ന് പറയാം നമുക്ക്, അല്ലെങ്കിൽ മാസങ്ങളും ആവാം. മാസങ്ങൾ തോന്നുന്നില്ല, ഇത് ഐ തിങ്ക് ഇത് വളരെ അടുത്തുള്ള എനർജിയാണ്, എനിക്ക് അത്രയ്ക്ക് ദൂരക്കായിട്ട് തോന്നുന്നില്ല. ഓക്കെ, കുറച്ചുകൂടി ഫാസ്റ്റ് മൂവിങ് എനർജിയാണ്. എനിക്ക് നിങ്ങളുടെ പേഴ്സൺ കമ്മ്യൂണിക്കേഷൻ വരും, അല്ലെങ്കിൽ അവർ സംസാരിക്കാൻ തയ്യാറാവും നിങ്ങളടുത്ത്. അവർ അറ്റ്ലീസ്റ്റ് നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻ ഇത് കുറച്ചുകൂടി സ്പിരിച്വൽ കണക്ഷൻ ഉള്ള ആൾക്കാർക്കായിരിക്കും. ഓക്കെ, അത് ഓർത്ത് വയ്ക്കാം. എല്ലാവർക്കും എന്ന് ഞാൻ പറയുന്നില്ല, കുറച്ചുകൂടി സ്പിരിച്വൽ കണക്റ്റ് ഉള്ള ആൾക്കാർക്കായിരിക്കും ഇത് കൂടുതൽ റെസനേറ്റ് ആവാൻ ചാൻസ്. കാരണം അങ്ങനെയുള്ളവരാണല്ലോ കൂടുതലും ഇത് എന്താണെന്ന് അറിയാൻ ശ്രമിക്കലും ഈ ഡെപ്ത് അവർക്ക് ഫീൽ ചെയ്യലും എല്ലാം അല്ലേ. സോ അങ്ങനെ മെജോറിറ്റി ഇവിടെ ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. ഓക്കെ, എല്ലാവർക്കും നല്ല ന്യൂസൊക്കെ വരട്ടെ, എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.